നാഷണലൈസ്ഡ് ബാങ്ക് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ അറിയാൻ വേണ്ടി സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നാഷണലൈസ്ഡ് ബാങ്ക് പരീക്ഷ എഴുതാൻ വേണ്ടി വേണ്ട ക്വാളിഫിക്കേഷൻ ക്ലർക്ക്, പ്രൊബേഷൻ ഓഫീസർ എന്നീ 2 തസ്തികകളിലേക്കും ഡിഗ്രി പാസ്സാവുക മാത്രമാണ്. ചില ബാങ്കുകൾ മാത്രം അത് ഫസ്റ്റ് ക്ലാസ് മാർക്ക് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പൊതുവെ ഡിഗ്രി പാസ് എന്ന രീതിയിലാണ് പരീക്ഷാ നോട്ടിഫിക്കേഷൻ ഉണ്ടാവാറ്. 2 തരത്തിലുള്ള മെയിൻ ഏജൻസികളാണ് ഇത് പരീക്ഷ നടത്തിപ്പുകാർ. ഒന്ന് IBPS എന്ന ബാങ്കുകളുടെ കൂട്ടായ്മയും അതേപോലെ തന്നെ SBIയും. പരീക്ഷ സാധാരണഗതിയിൽ BComകാർക്കാണ് ബാങ്കുകളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതും ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ പഠിക്കുന്നത് എങ്കിൽ കൂടി ഈ പരീക്ഷ, അതായത് ഈ കോമ്പറ്റീഷൻ എക്സാമിനേഷൻ BComകാർക്ക് അനുകൂലം അല്ല എന്ന് തന്നെ പറയാം. കാരണം BComകാർ കൂടുതലായിട്ട് പഠിക്കുന്നത് ബിസിനസ്സിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ അക്കൗണ്ടൻസിയെ കുറിച്ചിട്ടും ബാങ്കിങ്ങിനെ കുറിച്ചൊക്കെ ആണെങ്കിൽ കൂടെ, അതായത് ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു BComകാരനെ ബാങ്കിൽ ഡയറക്റ്റായിട്ട് കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അവൻ വളരെ കൂടുതൽ കാര്യങ്ങൾ ആരും പറയാതെ തന്നെ അവന് മനസ്സിലാവുമെങ്കിൽ BCom പാസ്സാവുന്ന ആൾക്കാർക്കല്ല സാധാരണത്തിൽ നാഷണലൈസ്ഡ് ബാങ്കിൽ ജോലി കിട്ടാറ്. എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബാങ്കുകളിൽ ജോലി ചെയ്യുന്നത് BComകാരല്ല, മറിച്ച് അതർ കോഴ്സുകാരാണ്, എസ്പെഷ്യലി BTechകാരും സയൻസുകാരും. അതിന് കാരണം അതിൻ്റെ ആ പരീക്ഷാ രീതി കാരണമാണ്. അതിൻ്റെ പരീക്ഷാ രീതി നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സ്ട്രക്ചർ പ്രകാരം പ്രിലിമിനറിയും മെയിൻ എന്നീ 2 ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. പ്രിലിമിനറി എക്സാമിൽ 100 ക്വസ്റ്റ്യനാണ് ഉള്ളതെങ്കിൽ ആ 100 ക്വസ്റ്റ്യനിൽ ഈ പറഞ്ഞ മാതിരി 30, 35, 35 എന്നീ പാറ്റേണിലാണ് 3 സബ്ജക്റ്റുകൾ എഴുതേണ്ടത്. അതായത് ഇംഗ്ലീഷ്, റീസണിങ്, മാത്സ്. ഇതിൽ മാത്സ് എന്നുള്ളത് പലപ്പോഴും ഈ BCom വിദ്യാർത്ഥികൾക്ക് ഒരു പ്രശ്നം ഉള്ള സബ്ജക്റ്റ് തന്നെയാണ്. അതിന് കാരണം 10ാം ക്ലാസ് കഴിഞ്ഞ പല BComകാരും 10ാം ക്ലാസ്സിന് ശേഷം അവർ മാത്സ് വളരെ അപൂർവമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അക്കൗണ്ടൻസിയിൽ മാത്സ് ഉണ്ട്, പക്ഷെ അത് എന്ന് പറഞ്ഞാൽ കൂട്ടലും കുറക്കലും മാത്രമുള്ള മാത്സ് മാത്രമാണ്. അക്കൗണ്ടൻസി മാത്സ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ കറക്റ്റായിട്ട് ബന്ധമല്ല. അക്കൗണ്ടൻസി ശരിക്കും പറഞ്ഞാൽ ഒരു ലോജിക്കൽ സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഡിഗ്രിക്കാർ, BTechകാരായാലും സയൻസുകാരും അവരുടെ ഡിഗ്രിയുടെ അവസാന പേപ്പറുകൾ പോലും മാത്തമാറ്റിക്സായി ടച്ച് ചെയ്തതുകൊണ്ട് തന്നെ ഈ കോമ്പറ്റീഷൻ എക്സാമിനേഷൻ, ബാങ്കിൻ്റെ ഈ പ്രിലിമിനറി എക്സാമിനേഷൻ ഈ BComകാർക്ക് ഒരു കീറാമുട്ടിയായിട്ട് തന്നെ മാറുന്നതാണ് പലപ്പോഴും കാണാറ്. കോച്ചിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാലും BComകാർക്ക് നല്ല അവരുടെ നിലവിലുള്ള അവസ്ഥയിൽ മാറ്റങ്ങൾ വരുമെങ്കിലും അവർക്ക് പലപ്പോഴും BTechകാരെയും അതേപോലെ തന്നെ സയൻസുകാരെയും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് കൊണ്ടാണ് പല നല്ല കോച്ചിങ് സെൻ്ററുകളും ഇവരുടെ മാത്സിലെ കഴിവുകൾ നോക്കിയിട്ടാണ് അഡ്മിഷൻ കൊടുക്കാറ്. പലപ്പോഴും ഞാൻ എൻ്റെ അനുഭവത്തിൽ, ഞാൻ ഈ 17 വർഷമായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ബാങ്ക് കോച്ചിങ്ങിലും അതേപോലെ തന്നെ PSC കോച്ചിങ്ങിലും വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ വെച്ച് പറയുകയാണെങ്കിൽ വളരെ കുറച്ച് കൊമേഴ്സ് കുട്ടികൾക്ക് മാത്രമാണ് നാഷണലൈസ്ഡ് ബാങ്കിൽ അടുത്ത കാലത്ത് ജോലി കിട്ടിയത്. 90%, 99% BCom അല്ലാത്ത കുട്ടികൾക്കാണ് കിട്ടിയത്. ഇനി അഥവാ കിട്ടിയിരിക്കുന്ന കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവർ 12ാം ക്ലാസ് വരെ അവർ സയൻസ് പഠിച്ചവരും, അതായത് +2 സയൻസ് പഠിച്ചവരും അല്ലെങ്കിൽ CBSE പഠിച്ചവരുമാണ്. അത് നോർമൽ BComകാർക്ക് വളരെ റെയറായിട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും മുമ്പ് നമ്മൾ കൊടുക്കുന്ന ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ BComകാരോട് നിങ്ങൾ ബാങ്ക് സജസ്റ്റ് ചെയ്യേണ്ട എന്നാണ് പറയാറ്. എങ്കിലും ചില കുട്ടികൾക്ക് എനിക്ക് ബാങ്ക് തന്നെ താല്പര്യം എന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ അന്ന് പറയായിരുന്നു, നിങ്ങൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുക, ഇതാണ് അവസ്ഥ. അപ്പോൾ അവർ തയ്യാറായിരുന്നു. പക്ഷേ എങ്കിലും പലപ്പോഴും 1-2 വർഷങ്ങൾ ഇതിന് പിറകെ പോയിട്ട് അവസാനം കിട്ടാതെ പിറകിലോട്ട് വരുന്നൊരു കാഴ്ചയും കണ്ടിട്ടുണ്ട്. ഒരു 3 മാസം കൊണ്ട് ബാങ്ക് ക്ലർക്കും PO ഒക്കെ പിടിച്ച കുട്ടികളെ എനിക്കറിയാം. അവർ സയൻസ് ബാക്ക്ഗ്രൗണ്ടാണ്, അതുപോലെ തന്നെ BTech ബാക്ക്ഗ്രൗണ്ടുമാണ്. അവർ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഓൾറെഡി അവർ മാത്സിലൊക്കെ മറ്റുള്ളവരെക്കാൾ കുറച്ച് ബെറ്റർ തന്നെയായിരിക്കും വരുന്ന സമയത്ത് തന്നെ. അപ്പം നമ്മൾ ഈ ബാങ്ക് കോഴ്സ് സെലക്ട് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും ഒരു കാര്യം ശ്രദ്ധിക്കുക, അവർക്ക് മാത്സിൽ എത്രത്തോളം താല്പര്യമുണ്ട് എന്നുള്ളത്. മാത്സ് താല്പര്യം ഉണ്ടോ എന്നാൽ നന്നായിട്ട് മാത്സിൽ പിറകോട്ടുള്ള ഒരാൾക്ക് മാത്സ് അത് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതായത് തലയുടെ വേഗത വലിയൊരു ഘടകമാണ്. അതിൽ കാണുന്ന വെച്ചാൽ ഒരു ചോദ്യം ഒരു തവണ വായിക്കുമ്പോഴത്തേക്കും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു മൈൻഡായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. അത് 2-3 തവണ വായിച്ചിട്ടാണ് അത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കണക്ക് ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ബാങ്ക് ജോലി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ റീസണിങ് സബ്ജക്റ്റും
ഇംഗ്ലീഷും റീസണിങ് സബ്ജക്റ്റൊക്കെ നമ്മുടെ വായനയുടെ വേഗത, അതുപോലെ തന്നെ ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവ്, അതിനെ അനലൈസ് ചെയ്യാനുള്ള ശേഷി, ഇതൊക്കെ വളരെ വേഗത്തിൽ നടത്താൻ പറ്റുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ബാങ്ക് ജോലി കിട്ടും. ശരിക്കും പറഞ്ഞാൽ 3 മാസം കൊണ്ട് തന്നെ ഒരു ബാങ്ക് ജോലിയിലേക്ക് നമുക്ക് എക്സാം പാസ്സാകാൻ വേണ്ടി പറ്റും. കോഴ്സ് തീരാൻ വേണ്ടിയിട്ട് ശരിക്കും 3 മാസമേ വേണ്ടൂ. പിന്നെ വരുന്നത് പ്രാക്ടീസാണ്. അപ്പോൾ ആദ്യത്തെ 3 മാസം കൊണ്ട് തന്നെ അവർക്ക് പ്രിലിമിനറി പാസ്സാകാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് പ്രിലിമിനറി കഴിഞ്ഞാൽ അടുത്ത പരീക്ഷ തന്നെ അവർക്ക് മെയിൻ പാസ്സാകാൻ പറ്റും. പക്ഷേ മാത്സിനെ ഇഷ്ടപ്പെടണം. ബികോം എന്നുള്ളത് മാത്സ് അല്ല എന്നുള്ളത് തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവുക. പല രക്ഷിതാക്കൾക്കും അറിയില്ല ബികോം എന്ന് പറഞ്ഞാൽ മാത്സ് ആണെന്ന് വിചാരം. അപ്പോൾ കുട്ടീനെ വല്ലാണ്ട് നിർബന്ധിക്കും, നിങ്ങൾ പിന്നെ ബാങ്കിൻ്റെ കോഴ്സിന് തന്നെ പോകണമെന്ന് നിർബന്ധിക്കും. അവർക്കറിയില്ല ഈ പരീക്ഷയുടെ മെത്തേഡ് ഇങ്ങനെയാണ്. പരീക്ഷ മെത്തേഡ് ശരിക്കും പറഞ്ഞാൽ ഒരു മാറ്റേണ്ട മെത്തേഡാണ്. ശരിക്കും പറഞ്ഞാൽ വളരെയധികം കൂടുതൽ എഞ്ചിനീയറിങ്ങിലൊക്കെ വളരെ അതിബുദ്ധിമാന്മാരായ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സും സിവിൽ എഞ്ചിനീയേഴ്സിനൊക്കെ കൊണ്ടുപോയിട്ട് ഈ ക്ലറിക്കൽ ജോബിലൊക്കെ തളച്ചിരുന്ന ഈ രീതി ശരിക്കും പറഞ്ഞാൽ മാറ്റണം. ബാങ്കിൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ എടുക്കേണ്ടത് ആ ബാങ്ക് കോഴ്സിന് പഠിച്ച കുട്ടികളെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ബികോംകാർ തന്നെയാണ്. പക്ഷേ നിലവിലുള്ള പരീക്ഷാ രീതി അതിനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തായാലും നിരവധി ബാങ്കുകൾ വിളിക്കാറുണ്ട്. കൂടുതലും ഒഴിവുകൾ വരുന്നത് IBPS-ലും SBIയിലാണ്. IBPS-ൽ ക്ലറിക്കൽ പോസ്റ്റും അതേപോലെ SBIയിൽ ക്ലറിക്കൽ പോസ്റ്റ് ഉണ്ട്. അതുപോലെ പ്രൊഫഷണൽ ഓഫീസർ 2-ലുണ്ട്. അതുകൂടാതെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന തസ്തിക വേറെയുണ്ട്. IT, അതുപോലെ തന്നെ ലോയർ, അഗ്രികൾച്ചർ തുടങ്ങിയ ഫീൽഡുമുണ്ട്. എന്തായാലും ഇൻ കേസ് നമുക്ക് ഈ മാത്സ് ഒരു കീറാമുട്ടിയാണെങ്കിൽ നമ്മൾ ഇത് നോക്കണ്ട, ഈ പറഞ്ഞ മാതിരി ബാങ്ക് എക്സാം നോക്കണ്ട. ബാങ്ക് എക്സാം എന്ന് പറയുന്ന സമയത്തും സഹകരണ ബാങ്ക് ഉണ്ട്. സഹകരണ ബാങ്ക് ബികോംകാർക്ക് മാത്രമുള്ളതാണ്. അത് ബികോം കോർപ്പറേഷൻ പഠിച്ചവർക്ക് ഉള്ളത് മാത്രമാണ്. അതുകൂടാതെ വരുന്നത് വെച്ചാൽ ഡിഗ്രി വിത്ത് HDC പഠിച്ചവർക്കാണ്. അവരെ സംബന്ധിച്ചോളം ഈ സഹകരണ ബാങ്കിലെ ഈ അവർ ഡിഗ്രി പഠിച്ച കൊമേഴ്സ് പേപ്പറും പിന്നെ GK ഇംഗ്ലീഷ് മാത്സ് എന്നുള്ള പേപ്പറുമാണ് അതിൽ വരുന്നത്. എന്തായാലും ഈ അറിവ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബാങ്ക് കോഴ്സിലേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്ന ബികോംകാർക്ക് വേണ്ടിയിട്ടാണ്. ബിടെക്കാരാണെങ്കിൽ ധൈര്യത്തിൽ ബാങ്ക് കോച്ചിങ്ങിന് പോകാം. വെറും 3 മാസം അല്ലെങ്കിൽ 6 മാസം കൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് കോഴ്സ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററിൽ ചേരണം. സ്വന്തമായിട്ട് ആവില്ല. ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററിൽ ചേരുക. ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കാതിരിക്കുക. ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ചില പരിമിതികളുണ്ട്. ഏറ്റവും മികച്ച ക്ലാസ്സുകളാണ് ഓൺലൈനിൽ കൊടുക്കുന്നത്. പക്ഷേ പ്രാക്ടീസ്, കാരണം ഈ മത്സര പരീക്ഷാ രംഗം എന്ന് പറഞ്ഞാൽ ഇത് സ്പോർട്സിന് ഈക്വലാണ്. സ്പോർട്സിൻ്റെ എല്ലാ സ്വഭാവവും ഒരു മത്സര പരീക്ഷയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോച്ചിൻ്റെ അണ്ടറിൽ നേരിട്ടിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം ഒരു നിലവിലുള്ള ഓൺലൈനിൽ വെച്ചിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും നല്ലൊരു സെൻറ്ററിൽ ചേർന്നിട്ട് വേണം നമ്മുടെ ബാങ്ക് എക്സാമുകളൊക്കെ പാസ്സാകാൻ വേണ്ടിയിട്ട്. ബാങ്ക് എക്സാമിലേക്ക് ഇറങ്ങുന്ന കുട്ടികൾ, ഇപ്പം മാത്സ് ഇംഗ്ലീഷൊക്കെ വളരെ നല്ല ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ഇറങ്ങിക്കോളും. അപ്പം ഈ പറഞ്ഞ അവർ ബികോം ആയിക്കോട്ടെ മറ്റേ സബ്ജക്റ്റും ആയിക്കോട്ടെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഏതെങ്കിലും നല്ല കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്യുക. തീർച്ചയായിട്ടും 6 മുതൽ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ബാങ്കുകളിൽ ജോലി കിട്ടിയിരിക്കും.